ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കുറച്ച് നോയ്സ് ഉണ്ട്. എനിക്കറിയാം എൻ്റെ വീഡിയോസിൽ എല്ലാത്തിലും കുറച്ച് ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്, കുറച്ച് നോയ്സ് ഉണ്ടെന്ന് അറിയാം. ഞാൻ എന്തായാലും ഉടനെ തന്നെ മൈക്ക് വാങ്ങിക്കാം. പെട്ടെന്ന് ഇടപെടിയെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ മൈക്ക് ഉടനെ വാങ്ങിക്കാം. മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അവോയ്ഡ് ചെയ്യണം തൽക്കാലത്തേക്ക്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നേക്കുവാണ്. അതായത് ഫൈനലി ഞാൻ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് വെയിറ്റ് ചെയ്തില്ല. അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എനിക്ക് എൻ്റെ ലൈഫിൽ മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൽ വരും, ചെയ്യാൻ പറ്റും, അതായത് മോണിറ്റൈസേഷൻ ഓൺ ആവും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ആ ഒരു ജേർണി പറയാം. അതായത് ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. അതായത് അത് കൊള്ളത്തില്ല എന്നല്ല, ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമുണ്ട്, യൂട്യൂബുണ്ട്. അപ്പം ഫേസ്ബുക്കും കൂടെ എനിക്ക് ഡീൽ ചെയ്യാൻ വയ്യ. അല്ലെങ്കിലും ഞാൻ ഭയങ്കര അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ പിന്നെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. മുമ്പ് ഞാൻ അങ്ങനെ ഇപ്പോഴാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടാനേ കയറത്തുള്ളൂ. മെസ്സേജസ് കാര്യങ്ങളൊന്നും ഞാൻ അധികമായിട്ട് അങ്ങനെ നോക്കാറില്ല. കാരണം എന്ത് നോക്കാൻ പറ്റാറില്ല, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യം, എന്തോ എനിക്കിഷ്ടമല്ല. സോറി, ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതെ, എനിക്ക് അധികം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൊളാബറേഷൻ വഴി പേയ്മെൻറ്റ് കിട്ടുമെന്നും യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയ പേയ്മെൻറ്റ് കിട്ടും എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങനെ മോണിറ്റൈസേഷൻ, അതായത് യൂട്യൂബിനെ കണക്ക് മോണിറ്റൈസേഷൻ ഉണ്ടെന്നും അതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നും ഒന്നുമുള്ള ഒരു അറിവ് എനിക്ക് ഇതുവരെയും ഇല്ലായിരുന്നു. അതായത് ഇതുവരെ എന്ന് വെച്ചെങ്കിൽ ഇപ്പോഴല്ല, ഒരു സമയത്ത് വരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് കാര്യമായിട്ട് എടുത്തിട്ടേ ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഇടുന്ന ആ ഒരു ഫ്ലോയിലിടും, കുറച്ച് നാൾ നിർത്തി വെക്കും. യൂട്യൂബ് തന്നെ ഞാൻ എൻ്റെ വ്യൂസ് കയറി വന്ന സമയത്ത് ഞാൻ മടി പിടിച്ചിട്ട് നിർത്തി വെച്ചിട്ടാണ് എനിക്ക് ഇതുവരെയും മോണിറ്റൈസേഷൻ ആവാത്തത്. അപ്പോൾ കാരണം ഇപ്പോൾ വീഡിയോ ഇടാതിരുന്ന് ഒന്ന് താഴെ പോയിട്ടുണ്ട് ചാനൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞത്, ചേച്ചിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയെന്ന്. അപ്പോൾ ഞാൻ അറിഞ്ഞത് ആ മോണിറ്റൈസേഷൻ ആവോ. അപ്പോൾ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്കും ആദ്യം ഇത് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ആരോ പറഞ്ഞെന്തോ അറിഞ്ഞപ്പോഴാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ആ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ആയാലും ഫോട്ടോസ് പോസ്റ്റ് ആണെങ്കിലും ഇടുമ്പോഴത്തേക്ക് ഓൾസോ ഷെയർ ഓൺ ഫേസ്ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ട. അപ്പോൾ അങ്ങനെ ടൈം പോകത്തില്ല. പക്ഷെ ഞാൻ ചെയ്യാതിരുന്ന എനിക്ക് താല്പര്യമില്ലാഞ്ഞുകൊണ്ടാണ്. പിന്നെ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ പേയ്മെൻറ്റ് കിട്ടുമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, എന്തോ എനിക്ക് തോന്നുന്നു 6000 ഫോളോവേഴ്സ് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ആവാനുള്ള ആ ഒരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ക്രൈറ്റീരിയ. പക്ഷേ അതിന് താഴെ ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് ആയിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് 200 എത്ര ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ, 200 100 എന്തോ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ ആ പേജ് തന്നെ ഞാൻ ഒരു ആർട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ചുമ്മാ തുടങ്ങിയിട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് പേജ് തുടങ്ങത്തില്ലായിരുന്നു. ജസ്റ്റ് ആരോ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കുറച്ചും കൂടെ ഇത് നമുക്ക് വർക്കുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ചുമ്മാ തുടങ്ങിയൊരു പേജാണ്. ആ തുടങ്ങിയിട്ടിട്ട് പിന്നെ ഞാൻ അത് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അതും കുറച്ച് നാളെ ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് ആ പേജ്. അങ്ങനെ ഇപ്പോൾ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം അറിഞ്ഞ പിന്നെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഈ ഫേസ്ബുക്കിലും കൂടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓണാക്കിയിടും. അങ്ങനെ ഓണാക്കി ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോസ്റ്റ് ആകും. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ കയറാറില്ല, ഞാൻ ഇടയ്ക്ക് കയറാറുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പതുക്കെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടപ്പം ഫോളോവേഴ്സ് പതുക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 400 എന്തോ ഫോളോവേഴ്സ് ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മോണിറ്റൈസേഷനിൽ പല ഓപ്ഷനുണ്ട്. ഫേസ്ബുക്കിൽ സ്റ്റാറിൻ്റെ ഓപ്ഷനുണ്ട്, നമുക്ക് സ്റ്റോറിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ് സ്റ്റാറൊക്കെ നമുക്ക് ആരെങ്കിലും തരണം, എന്നാലും നമുക്ക് അതൊന്നും കിട്ടത്തില്ല. നമ്മുടെ ഫോണിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോകുന്നത്. അപ്പോൾ ഈ ഗെയിമേഴ്സിനൊക്കെ പോലുള്ള ഈ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉള്ളവർക്കൊക്കെയാണ് ഈ സ്റ്റാറിൻ്റെ ഇതൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്കതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സാധനം കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ്, അതാണ് ആവേണ്ടത്. എനിക്ക് ആദ്യം സ്റ്റാറിൻ്റെ ഓപ്ഷൻ ഓൺ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഓണൊക്കെ ചെയ്ത് വെച്ചു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് ഞാൻ നോക്കും. പക്ഷേ
ആവുന്നില്ല. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചില്ല, കാരണം യൂട്യൂബിൽ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചതേ ഇല്ല എനിക്കാവുമെന്ന്. പോരാത്തന്നെ എൻ്റെ ഫോളോവേഴ്സ് 1000 ക്രോസ് ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടു. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് ക്ലിക്കാവാൻ തുടങ്ങി വന്നപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാൻ കുറച്ചുകൂടെ ഇതായി. അങ്ങനെ ഞാൻ ഇട്ടിട്ട് പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ ചേച്ചിയുടെ മോൻ ഇന്നലെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എനിക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്, ചേച്ചി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ അവൻ ഫ്രണ്ടിൻ്റെ ഒരു ഇത് എനിക്ക് വോയിസ് എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് അവൻ്റെ അടുത്ത് ഫേസ്ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് എടാ ഇങ്ങനെ സ്റ്റാറിൻ്റെ ഇത് ഓണായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കാൻ എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് നോക്കാൻ കയറി. നോക്കിയപ്പോഴത്തേക്കും മോണിറ്റൈസേഷൻ ഓണായിരിക്കും. എനിക്കാണെങ്കിൽ സന്തോഷക്കാരുടെ വയ്യായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചില്ല, അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ചുമ്മാ നോക്കാൻ കയറിയതാണ്, ചുമ്മാ. കാരണം ഞാൻ അങ്ങനെ അധികമായിട്ട് ഫേസ്ബുക്കിൽ കയറത്തില്ല. അപ്പോൾ ഓണായിരിക്കുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, എന്തുവാ കുറച്ച്, അതായത് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഈ ക്രൈറ്റീരിയ ഒന്നും മെറ്റ് അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൽ കിട്ടുമെന്ന്, അതായത് ഫോട്ടോസ് റീൽസ് എല്ലാം കണ്ടിന്യൂസ് ഇടണമെന്ന്. പക്ഷേ ഞാൻ ഫോട്ടോസ് അങ്ങനെ പോസ്റ്റായിട്ട് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല. ഈയിടെയായിട്ട് ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് റെയറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ട് നോക്കുന്നവർക്ക് അറിയായിരിക്കും, വല്ലപ്പോഴും കൂടെയാണ് ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ എല്ലാം നമ്മൾ മെറ്റ് ചെയ്യണം, അതായത് സ്റ്റോറി ഇടണം, ലൈവ് ഇടണം, പിന്നെ എന്തുവാ റീൽസ് ഇടണം, ഫോട്ടോ ഇടണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ ലൈവ് വീഡിയോസ് ഞാൻ ചെയ്യാറേ ഇല്ല. ഞാൻ ലൈവ് ഇതേവരെ ഇട്ടിട്ടുമില്ല. ഫേസ്ബുക്കിലൊന്നും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും ഞാൻ ഇതേവരെ ഒരു ലൈവ് പോലും ഇട്ടിട്ടില്ല. പിന്നെ ഫോട്ടോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്യുന്നത് റീല് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്നാ കരുതി. പക്ഷേ റീല് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടാണ് എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയത്. എനിക്ക് മോണിറ്റൈസേഷൻ ആയപ്പോൾ വെറും 700 ഫോളോവേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. ഫോളോ ചെയ്യുന്ന ആൾക്കാർ വെറും 700 മാത്രമേ ഉള്ളൂ. അത് തന്നെ കൂടി വന്നതാണ്. ഞാൻ ഈ ഫോളോ ചെയ്യുന്നത് ആരാണ്, തിരിച്ച് ഫോളോ ബാക്ക് ചെയ്യണം, എനിക്കറിയാവുന്നവരെ പോലും ഞാൻ ഇതുവരെ തിരിച്ച് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പോലും ഫേസ്ബുക്കിൽ കയറാറില്ല. അപ്പം അങ്ങനെ പോലും അല്ലാത്ത ഞാൻ ആകെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് നേരെ ഫേസ്ബുക്കിലും കൂടെ ഇടുന്ന ഓപ്ഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോസ്റ്റായി ഈ റീല് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുറച്ച് ദിവസം ഒരാഴ്ച, അതായത് ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആയിട്ടുള്ളൂ. 2 മാസത്തെ ഈ ഒരു ടൈം പീരീഡിലും ആണെങ്കിലും ഞാൻ ആദ്യമൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ടിന്യൂസിന് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അപ്പോൾ ഈ ആഴ്ച ഫുള്ള് ഞാൻ നല്ലോണമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ ഈ മോണിറ്റൈസേഷൻ ഓൺ ആയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഥവാ പോസ്റ്റ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിന് ചിലപ്പോൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾ റീലാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം, ഇപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്, അല്ലെങ്കിൽ റീലാണെങ്കിൽ റീൽ, അല്ലെങ്കിൽ ലൈവ് ആണെങ്കിൽ ലൈവ് ഇടുന്നത് കണ്ടിന്യൂസ് മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോസ് ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഓണാവും. എനിക്ക് തോന്നുന്നു യൂട്യൂബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ കുറച്ചുകൂടെ ലിബറലാണ്, അതായത് നമുക്ക് കുറച്ചുകൂടെ കിട്ടാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. യൂട്യൂബ് ഭയങ്കര ടഫാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. ഫേസ്ബുക്കിലുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം നമ്മുടെ അക്കൗണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് അല്ല, ഫേസ്ബുക്ക് നമുക്ക് മോണിറ്റൈസേഷൻ തരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ചെയ്തപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ഇടുക. ഞാൻ ആകെ റീല് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതും കുറച്ച് നാൾ മാത്രം കണ്ടിന്യൂസ് ഇട്ടതാണ്. എനിക്ക് വെറും 700 ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയത്. 1000 പോലും തികച്ചായിട്ടില്ല, കാരണം ഞാൻ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇപ്പം ബാക്കിലോട്ട് ആയിട്ട്, അതായത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ബാക്ക് അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് വരെ എൻ്റെ ഞാൻ പറയുന്ന കേട്ടിട്ടെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇച്ചിരി മെനക്കിടുന്ന പണിയല്ലേ ഉള്ളൂ. ചെറിയ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ മതിയല്ലോ, ഒരു 10-15 സെക്കൻഡിലേക്ക്. അപ്പോൾ എല്ലാ ദിവസവും മാക്സിമം ഇടാൻ തുടങ്ങുക. എല്ലാ ദിവസം ഇടുമ്പോൾ കുറച്ച് വ്യൂസ് കയറി വരും. ഞാൻ ആദ്യം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ തീരെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു 100-200 ഒക്കെ വ്യൂസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത്രയും പോലും കിട്ടിയിട്ടില്ല ചില വീഡിയോ. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇതിലും ഭേദമായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിൽ തീരെ വ്യൂസ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ആദ്യം 1K പുറത്തു പോയി, പിന്നെ എൻ്റെ ഏതൊരു വീഡിയോ 100K പുറത്തു പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക്
100K അടുത്തെന്തോ എത്തിയെന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയപ്പോൾ പിന്നെ പതുക്കെ റീച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഇടാൻ ശ്രമിക്കുക. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കണക്കല്ല, നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഇതിൽ ഫേസ്ബുക്കിൽ പേയ്മെൻറ്റ് കൂടും. ആ ഫോട്ടോയ്ക്ക് കിട്ടുന്ന റീച്ചിനും കൂടെ കൂടും. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ നമ്മളിടുന്ന ലോങ് വീഡിയോയ്ക്ക് ഷോർട്ടിന് മാത്രമേ ഇത് കൂടത്തുള്ളൂ. നമ്മളിടുന്ന പോസ്റ്റിലൊന്നും നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ആണെങ്കിൽ എന്താണെങ്കിലും കണ്ടിന്യൂസ് അങ്ങ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പേയ്മെൻറ്റ് എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, കാരണം പതുക്കെ കയറത്തുള്ളൂ. എന്നാലും മോണിറ്റൈസേഷൻ ആയപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ലൈറ്റ് പോയി തുടങ്ങി, എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാതെ വീഡിയോ എടുത്താണ് ഇങ്ങനെ ലേറ്റ് ആയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.